ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഒരു സബ് 4 മീറ്റർ വാഹനം നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതോ ഒരു കോമ്പാക്ട് SUV എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു വാഹനമാണ് ഈ കാണുന്ന ഹുണ്ടായി വെന്യൂ എന്ന് പറയുന്നത്. അത് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല, ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഹുണ്ടായി വെന്യൂ. ഇപ്പോൾ നിങ്ങൾ കിയ ഒന്ന് മാറ്റി വെച്ചോ, ബാക്കി ഏതൊരു സെഗ്മെൻറ്റിൽ നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഫീച്ചേഴ്സ് കിട്ടുന്ന വേറെ വാഹനങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. വെന്യൂ നമുക്ക് 9,25,000 രൂപയിൽ ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഹുണ്ടായി വെന്യൂവിൻ്റെ ബേസ് വേരിയൻ്റ് എടുക്കാൻ സാധിക്കുന്നു. അത് ഞാൻ എടുത്ത് പറയുകയാണ്, ബേസ് വേരിയൻ്റ് ഓൺ റോഡിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതൊരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV. ഇപ്പം നിങ്ങൾക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Pro. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഓടിച്ചാണ് പറഞ്ഞു പോകുന്നത്, കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തോളാം, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ വേരിയൻസും ഏറ്റവും ബേസ് തൊട്ട് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരെ ഉള്ളതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് എന്തൊക്കെയാണല്ലോ ഓരോ വേരിയൻസിലും കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്. ഏതായാലും പെട്ടെന്ന് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം. ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു DRL ഡിസൈൻ അടിപൊളിയൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. തൊട്ട് 4 ചേമ്പേഴ്സിലായിട്ട് ഹെഡ്ലൈറ്റ് കിട്ടുന്നുണ്ട്, ഹൈ ആൻഡ് ലോ കിട്ടുന്നുണ്ട്. അത് റിഫ്ലക്റ്റർ ടൈപ്പ് തന്നെയാണ് വരുന്നത്. MFR ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഭാഗത്ത് ഒരു ഡാർക്ക് എലമെന്റ് പോലെയാണ് ഇതിൻ്റെ ഗ്രില്ല് നമുക്ക് കിട്ടുന്നത്. 360 ഡിഗ്രിയുടെ ക്യാമറ വരുന്നുണ്ട്. തൊട്ട് താഴെ നമുക്ക് അഡാസിൻ്റെ റഡാർ കാണാൻ സാധിക്കും. അഡാസിൻ്റെ ക്യാമറ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് 6 വരുന്നുണ്ട്. ഈ സൈഡ് തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6 പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. ഒരു സൈഡ് എയർ സ്കൂപ്പ് പോലെ തന്നെയാണ് വരുന്നത്. ഓപ്പൺഡ് ആണ്, അത് ആക്റ്റീവ് ടൈപ്പ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടുന്ന ഒരു കണക്റ്റഡ് ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. നമുക്കൊരു DRL എന്ന് പറയാൻ പറ്റില്ല, ഒരു പൊസിഷൻ ലാമ്പാണ്. രാത്രിയൊക്കെ നമ്മൾ പാർക്ക് എടുക്കുന്ന സമയത്ത് കത്തുന്ന ഒരു പൊസിഷൻ ലാമ്പാണ്. അതൊരു ക്രിസ്റ്റൽ ഗ്ലാസ്സിനകത്ത് ഇരിക്കുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഹുണ്ടായിട്ട് ഒരു വലിയ ലോഗോ കാണാൻ സാധിക്കും. ഒരു വലിയ ഹുഡ് ഏരിയ കിട്ടുന്നുണ്ട്. ഈ ഒരു ഹുഡ് ഏരിയയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് വരെ കാണാൻ സാധിക്കും. ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഈ കാണുന്ന ഒരു സ്കിഡ് പ്ലേറ്റ് കാണാൻ നല്ല രസമുണ്ട്. ഒരു ബുൾബാർ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സെയിം ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി സൈഡിലോട്ട് പോരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അഡാസ് ലെവൽ 2 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സൈഡിലെ പാർക്കിംഗ് സെൻസേഴ്സും കൂടെ വരുന്നതിൻ്റെ കാര്യം. ഇനി സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗമൊക്കെ, അതായത് 2025 ഏറ്റവും ലാസ്റ്റ് അഥവാ ഏറ്റവും പുതിയ വെന്യൂ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇത് DCT ആണ് വരുന്നത്, ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. അതുകൊണ്ടാണ് DCT എന്ന് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സ്, 360 ഡിഗ്രി ക്യാമറ, ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളർ എലമെൻറ്റ് നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റിക്വസ്റ്റ് സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജ് ടൈപ്പാണ് നമുക്ക് റൂഫ് റെയിൽസ് വരുന്നത്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി പറയുന്നില്ല, പക്ഷേ ലോഡ് ക്യാരിങ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഷോ തന്നെയാണ്. നമുക്കത് പിടിച്ചൊന്ന് കുലുക്കുമ്പോൾ തന്നെ ഇവിടെ അനങ്ങുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് മാറ്റ് സ്റ്റിക്കേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയൊരു പോർഷൻ ഗ്ലാസിൻ്റെ ഒരു ഫുൾ ഏരിയ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്ന കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അലോയുടെ കാര്യം കൂടെ പറയാം. ഇവിടെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. എയറോ ഷേപ്പ് തന്നെയാണ് ഇപ്പം വരുന്നത്. ഇതിലൊരു ഓക്കെ ഫീൽ എന്നേ പറയാൻ പറ്റില്ല, ഭയങ്കര ഒരു ഗുമ്മ ഞാൻ പറയുന്നില്ല. 215 60 R 16 ഇഞ്ചാണ് നമുക്കിവിടെ വരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങളൊരു N ലൈനാണ് എടുക്കുന്നതെങ്കിൽ 17 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് കിട്ടുന്നത്. ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് നമ്മുടെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ മോട്ടർ അസംബ്ലി വരുന്നത്. കാരണം ഇവിടെ നമുക്ക് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് കിട്ടുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് തന്നെ പറഞ്ഞു പോകാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു C പില്ലറിൽ കാണാൻ സാധിക്കും വെന്യൂ എന്നൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കളർ തീം തന്നെ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു പോർഷൻസിലൊക്കെ ശരിക്കും നമുക്ക് ഒരു പ്ലാസ്റ്റിക് എലമെൻ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം സ്ക്രാച്ചസ് വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവാണോ എന്നുള്ളൊരു സംശയം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ PPF അങ്ങനെ വല്ലതൊക്കെ കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. ഇനി ബാക്കിലത്തെ സൈഡിലോട്ട് വരുമ്പോൾ സമയത്ത് ഈ ഒരു
ക്രിസ്റ്റൽ ഗ്ലാസ്സിനകത്ത് വെന്യൂ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ബൾബ് നമുക്ക് താഴെയാണ് വരുന്നത്. ഈ ഒരു കാര്യം മാത്രം ഒരു നെഗറ്റീവ് വേണമെങ്കിൽ പറയാം, കാരണം ഇതിപ്പോഴും ഹാലജൻ തന്നെയാണ് വരുന്നത്. നമുക്ക് മാറ്റാൻ സാധിക്കും. ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ റിവേഴ്സ് ബൾബ് ഹാലജൻ മാറ്റി LED ആക്കണമെന്നുണ്ടെങ്കിൽ, വെട്ടം കൂടി LED ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ടെർബോ വേരിയൻ്റ് ആണ്, അതുകൊണ്ടാണ് ടെർബോയുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും നമുക്ക് 6 സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ സൈഡ് തൊട്ട് 1, 2, 3, 4, 5 and 6 സെൻസേഴ്സ് വരുന്നുണ്ട്. ഒരു ചെറിയ റിഫ്ലക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എനിക്കൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ്സ് കിട്ടും, പക്ഷേ വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണം. ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗം നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാൻ സാധിക്കും. ഇവിടേക്ക് ഒരു എലമെൻറ്റ് പോലെ ചെറിയ രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബുൾബാർ പോലെ തന്നെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം. റിയർ ക്യാമറയാണ് വരുന്നത്. 360 അതിൽ തന്നെയാണ് കിട്ടുന്നത്. 325 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. സ്പെയർ ടയർ കാണാൻ സാധിക്കും. സ്പെയർ ടയറിൻ്റെ സൈസ് വരുന്നത് 195 65 R15 വരുന്നത്. ജസ്റ്റ് ഒരു സ്പെയർ വീലായിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ ലൈറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. LED അല്ല, നോർമൽ ഹാലജനാണ്. ഇത് LED ആക്കായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഒരു സജഷൻ ഉണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ സബൂഫർ കാണാൻ സാധിക്കും. ടോട്ടൽ 8 സ്പീക്കേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. ഒരു പാർസൽ ട്രെയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചില സ്പീഡിൽ പോകുന്ന ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. നല്ലൊരു പാർസൽ ട്രെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഒരു വൈപ്പർ, റിയർ വൈപ്പർ കിട്ടുന്നുണ്ട്, ഡീഫോഗർ കിട്ടുന്നുണ്ട്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വിത്ത് ഒരു സ്പോയിലറും കൂടെ കൂട്ടി നല്ലൊരു സ്പോട്ടി ആയിട്ടുള്ളൊരു സ്പോയിലറാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് എൻ്റയർലി ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ വെനു വെച്ച് നോക്കാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ഏത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി, മിറർ ഫോൾഡിങ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് നമുക്കിവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് മാത്രമുള്ള 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും, ബാക്കിയുള്ള എല്ലാം സിംഗിൾ സ്വിച്ച് ആണ് വരുന്നത്. സിംഗിൾ പ്രസ്സിലല്ല, മീൻസ് ഫുള്ളായിട്ട് പ്രസ് ചെയ്താൽ പൊക്കുന്ന ടൈപ്പ്. ഇത് 1 പ്രസ് ഡൗണും 1 പ്രസ് അപ്പും കിട്ടുന്ന ഡ്രൈവർ സൈഡ് മാത്രമാണ്. ബാക്കിയുള്ളതിനെല്ലാം നോർമൽ സ്വിച്ചസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോ ലോക്ക് ചെയ്യാൻ വേണ്ടി ലോക്ക് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. 8 സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ കൂടെ അവിടെ ഇടാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കളർ തീം കൊള്ളാം, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കുറച്ചൊരു ചെളിയൊക്കെ പിടിച്ചൊരു ഫീലിംഗ്. കാരണം തുടക്കം നമ്മൾ ഈ വാഹനം കണ്ടപ്പോൾ നല്ല നീറ്റായിരുന്നു, നല്ല വൈറ്റ് കളറായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ കുറേ ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം പലരും മാറി മാറി ഓടിക്കുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സീറ്റ് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ 4-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. റിക്ലൈനിങ്ങും പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രമാണ് കിട്ടുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് മാനുവലായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിന് ടിൽറ്റ് മാത്രം കിട്ടുന്നുള്ളൂ, ടെലിസ്കോപ്പിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് AC വെൻറ്റിൻ്റെ ഡിസൈൻ തൊട്ട് നമുക്ക് പോവാം. അടിപൊളിയൊരു ഡിസൈനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇത് പലപ്പോഴും നമ്മൾ സിറ്റി ഡ്രൈവ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഉണ്ട്, അത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. കഴിവത് ഇതൊരു 2 ആയിരിക്കും നല്ലൊരു പൊസിഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 1 നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷൻ. ഇനി LED ബൾബാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 ഇടുന്നതായിരിക്കും നല്ലത്, ഞാൻ സജസ്റ്റ് ചെയ്യും. ഇത് ഫ്യൂസ് കേസും അതുപോലെ തന്നെ OBDയുടെ കണക്ടറും കൂടെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും മാത്രം നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വൈഡ് കേർവ്ഡ് ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഇതിപ്പം 12.23 ഇഞ്ചിൻ്റെയും 12.23 ഇഞ്ചിൻ്റെ 2 ഡിസ്പ്ലേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഒന്ന് ക്ലസ്റ്റർ മീറ്റർ, ഇതൊരു ക്ലസ്റ്റർ മീറ്റർ യൂണിറ്റുമാണ് കിട്ടുന്നത്. ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ 2 ഡിസ്പ്ലേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഫ്ലാറ്റ് ബോട്ടം അഥവാ ഒരു D കട്ട് സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹുണ്ടായുടെ കോഡ് H എന്നുള്ളത് മോസ് കോഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് 4 ഡോട്ട്സ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ എനിക്ക് തോന്നുന്ന ഹുണ്ടായുടെ തന്നെ നമ്മുടെ
EV വാഹനത്തിന് ആദ്യം തൊട്ട് തന്നെ ഇതുപോലത്തെ മോസ് കോഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾസ് എല്ലാം കാണാം. നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ എല്ലാം ഇവിടെയാണ് വരുന്നത്. അതായത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് കംപ്ലീറ്റ് ഇവിടെ നമുക്കിവിടെ ഒരു വോയിസ് കമാൻഡിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാർ സ്വിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വരികയാണെങ്കിൽ ഇത് ഫുള്ള് ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിംഗ്സ് ആണ്. നമ്മുടെ അഡാസിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടുന്ന DSG ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ മീറ്ററിൽ അത്യാവശ്യം കുറേ ഏറെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ടയർ പ്രഷർ മോണിറ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാവിഗേഷൻസിൻ്റെ എല്ലാം നമുക്ക് ഇനി ഇങ്ങോട്ട് നോക്കാതെ ഇവിടെ തന്നെ നോക്കി എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ പോലും ബ്രേക്ക് അപ്ലൈ ചെയ്യാമെന്ന് കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റർ കാണുന്നില്ല. ഓക്കെ, ബ്രേക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ റിവേഴ്സും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. റിവേഴ്സ് ഇട്ടിട്ടും അറിയാനില്ല, പക്ഷേ ബ്രേക്ക് മാത്രം വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നു. എനിക്കൊന്ന് ബ്രേക്ക് മാത്രം നമുക്കിത് കാണാൻ പറ്റാതെ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം കാണാമല്ലോ. ഇപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അപ്ലൈ ആകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും കൊള്ളാം. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെയാണ്. അതിനകത്ത് ഓരോന്നും നമുക്ക് വേണ്ട ഇവിടെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഓരോന്നും മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇനി ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്തുള്ള അതൊന്നും ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ലാത്ത അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി വരുന്നുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഫോൺ കണക്ടിവിറ്റി വരുന്നുണ്ട്, വെഹിക്കിളിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബട്ടൺസ്, ക്ലസ്റ്റർ, ഇതിനകത്തൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വെഹിക്കിളിനകത്ത് ഡ്രൈവർ അസിസ്റ്റ്, അതായത് അഡാസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലൈമറ്റ് സെറ്റിങ്സ് ചെയ്യാൻ സാധിക്കും, ലൈറ്റ്സിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ സാധിക്കും, ഡോറിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ സാധിക്കും. അതായത് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഹോണിൻ്റെ സൗണ്ട് കേൾക്കണോ വേണ്ടോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ റിയർ വൈപ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന വൈപ്പർ, ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ വൈപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിലത്തെ വൈപ്പർ റിവേഴ്സ് ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീച്ചറോട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഈ ഒരു ഭാഗത്തെ ഒരു ടെക്സ്ചർ, അതായത് വളരെ രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു വൈറ്റ് തീം കാണാനും നല്ല ഭംഗിയുണ്ട്. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ AC വെൻസ് ഒക്കെ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി തന്നെ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു AC വെൻറ്റ് കാണാൻ സാധിക്കും. ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഇവിടെ കിട്ടുന്നത്. എല്ലാം ഫിസിക്കൽ സ്വിച്ചസ് ആണ് വരുന്നത്. നല്ലൊരു കാര്യമാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് വരെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെർച്ച് ചെയ്യാൻ മാപ്പ്, ഹോം, മീഡിയ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ വോളിയം നോർമലായിട്ട് വരുന്ന വോളിയം നോബ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്യൂൺ ചെയ്യാനുള്ള നോബ്, അതുപോലെ തന്നെ AC ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളതും AC ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഇൻസൈഡ് സർക്കുലേഷൻ, റിയർ ഡീഫോഗർ, ഫ്രണ്ട് ഡീഫോഗർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് പൊസിഷനിൽ എയർ പോകണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ളത് AC ഓൺ സ്വിച്ച്, ഇനി ഫുള്ളായിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് വേണമെങ്കിൽ ഓട്ടോ ക്ലൈമറ്റ് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. താഴെ ഒരു മൊബൈൽ വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്ക് 2 C ടൈപ്പ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ C ടൈപ്പ് പോർട്ടുകളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർട്ട് നമുക്ക് ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പം ചാർജിങ് പ്ലസ് USB ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഏതിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കളറും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു USB-C കാണാൻ സാധിക്കും. വയർലെസ് ചാർജ് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളതിന് സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 12 വോൾട്ട് 180 വാട്ട്സ് ഔട്ട്പുട്ട് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു DSG ഗിയർ ബോക്സ് ആണ് ഇവിടെ കിട്ടുന്നത്. റിവേഴ്സ് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പ്ലസ് ആൻഡ് മൈനസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഓൺ സ്വിച്ച് ആണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏതൊരു ആംഗിൾ വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നല്ല കിടിലൻ ക്ലാരിറ്റി ആണെന്ന് തന്നെ പറയാൻ പറ്റും. അതിലൊരു രീതിക്കുള്ള കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. പാർക്ക് സെൻസർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് ഇവിടെ കാണാം. പാർക്ക് ബ്രേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഡ്രൈവ് മോഡ് വേണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സ്നോ, മഡ്, സാൻഡ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കോ, നോർമൽ, സ്പോർട്ട്, ഇങ്ങനെ 3 മോഡുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ശരിക്കും പറയും മോഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസിനും വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു കീ ആണ് ഈ ഒരു മോഡലിന് വരുന്ന ഈ ഒരു കീ ഫോം. പക്ഷേ കുഴപ്പമില്ല, ഓക്കെയാണ്. എന്നാൽ ഇതിൻ്റെ കീയും കൂടെ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നൊരു സജഷൻ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോൺ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ വീഴാത്ത രീതി വെക്കാൻ പറ്റും. അതിനുള്ള സ്ലോട്ടാണെന്ന് തോന്നുന്നു ഇത് കൊടുക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ ആണോന്നും അറിയില്ല. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ആംബ്രസ്റ്റിനകത്ത്. ഇത് മൂവബിൾ അല്ല, ഫിക്സഡ് ആംബ്രസ്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഇവിടെ മേളിലോട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ലിങ്കിൻ്റെ കണക്ടിവിറ്റി SOSും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെയിൻ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന IRVM ആണ് ഇവിടെ കിട്ടുന്നത്. ലൈറ്റുകളെല്ലാം ഹാലജനാണ്. അതൊന്ന് LED ആക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പനോരമിക് അല്ലാതെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ് കിട്ടുന്നത്. ഇതും മാറേണ്ട ഒരു സമയം കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. കാരണം ഇതൊക്കെ മാറ്റി ഒരു ഫുൾ പനോരമിക് സൺറൂഫ് ആക്കാനും നല്ലതായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാണാം ഈ ഒരു കളറിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കാണുന്ന ഫുള്ള് ചെളിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇച്ചിരി വൃത്തികേടായിട്ട് ഇരിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ സൺവൈസറിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുന്നില്ല. ഇനി സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഡോർ പാഡിൽ 1, 2, ഇവിടെ 1, 3, 4, 5, ബാക്കിൽ 2 സൈഡിൽ 6, 7, അങ്ങറ്റത്ത് 8 സ്പീക്കേഴ്സാണ് നമുക്ക് മൊത്തം വരുന്നത്. ഓക്കെ, കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഏതായാലും ഞാൻ ആദ്യം നോക്കുന്നൊരു കാര്യം ഗ്ലോ ബോക്സ്. ഓക്കെ, ഇപ്പം ബാക്കിലോട്ട് ഫുൾ ഇറക്കിയിട്ടാലേ എനിക്ക് കാല് മുട്ടാതിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെയല്ല, എൻ്റെ കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. എന്നാലും ഞാൻ ബാക്കിലോട്ട് ഇറക്കി ഒരു നോർമൽ പൊസിഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് കിട്ടുന്നത്. അത് ഓൺ ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും കിട്ടുന്നുണ്ട്. കൊള്ളാം. ഏതായാലും ഓവറോൾ ഈ മേളിലൊന്നും നമുക്കൊന്നും വെക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ഏരിയ ഫ്രീ അല്ല. ഇതിനകത്തൂടെ നമുക്കൊരു ആംബിയൻ ലൈറ്റ് കയറി പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഒരു വൈറ്റ് ആംബിയൻ ലൈറ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഗുമ്മൻ ഫീലാണ്. ഇപ്പം നമുക്ക് ആ കേർവ്ഡ് ഡിസ്പ്ലേ നല്ല വ്യക്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺവൈസർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് മാത്രമാണ് ഈ സൺവൈസറിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിലോട്ട് നിൽക്കും. യെസ്, ഇനി ബാക്കിലത്തെ സീറ്റിലോട്ട് ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട്, ഇപ്പം ഒരു സഫോർ മീറ്റർ വാഹനം എന്ന് പറഞ്ഞാൽ 3990 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. എന്നാലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഈ ഒരു സീറ്റ് ഞാൻ ഇട്ട രീതി നിങ്ങൾ കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഈ ഒരു സ്കൂപ്ഡ് ഡിസൈൻ ഉണ്ടായിട്ടാണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നന്നായിട്ട് കാല് വെക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പം നീട്ടി വെക്കാനും പറ്റും. കുറച്ചുകൂടി ഈ സീറ്റ് ഫ്രണ്ടിലോട്ട് ആക്കുകയായിരുന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഏതായാലും ഓവറോൾ ഓക്കെയാണ്. ലെതർ സീറ്റിൻ്റെ കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു ലെതറേറ്റഡ് ടൈപ്പ് സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. കളർ തീംസും ഒരു ഓക്കെ ഫീലാണ്. താഴെ നമുക്ക് വരുന്ന ഒരു നേവി ബ്ലൂ കളറും ഇവിടെ നമുക്കൊരു ഡോ ടൈപ്പ് കളറും കൂടെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഈ ഒരു കളർ എനിക്ക് കുറച്ചൊരു ഓടായിട്ട് തോന്നുന്നുണ്ട്. കാരണം പെട്ടെന്ന് ചെളി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹെഡ് റെസ്റ്റ് റൈറ്റിലും ലെഫ്റ്റിലും മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെൻറ്ററിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ പകരമായിട്ട് നമുക്കൊരു ആം റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ ഫീൽ എന്നേ പറയാൻ സാധിക്കുന്നത്. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനം ഒന്ന് പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തതിൻ്റെ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇനി ഈ ഒരു വാഹനം എടുക്കാൻ വേണ്ടിയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിങ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺഷെയ്ഡും വരുന്നുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബാക്കിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞൊരു പ്രൈവസി നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് വെയിലടിക്കുന്ന പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ പോലും നമുക്കിത് ഭയങ്കര ഉപകാരമായിരിക്കും. ഇവിടെ നമുക്കൊരു റൂഫ് ലൈറ്റ് കാണാൻ സാധിക്കും. പക്ഷേ അതും ഹാലജൻ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ LED ആകാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. എഞ്ചിൻ റൂം ഒന്ന് കാണാം. എഞ്ചിൻ റൂമിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് ഈ വാഹനത്തിന് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളൊരു 1 ലിറ്റർ ടർബോ ചാർജർ 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഈ വാഹനത്തിലൊരു 4 സിലിണ്ടർ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഒരു എഞ്ചിനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 1.5 ലിറ്റർ ടർബോ ചാർജർ CRDA ഉണ്ട്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്നുണ്ട്. അതായത് ഒരു ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ്. അങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷൻസിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓപ്ഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ 5 സ്പീഡ് മാനുവൽ അവൈലബിൾ ആണ്, 6 സ്പീഡ് AT അവൈലബിൾ ആണ്, 7 സ്പീഡ് DCT അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു DCT അതുപോലെ DSG ഗിയർ ബോക്സ് ആണ് ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നുള്ള കൃത്യമായിട്ട് പറയാം. വാ.
ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡ്രൈവ് നോക്കാം. ഏതായാലും എനിക്ക് അന്ന് ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്ത സമയത്താണെങ്കിലും ഡ്രൈവിൻ്റെ ഒരു കാര്യമാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നത്. അധികം ലോങ് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് നമ്മളിത് അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 360 ആയിട്ട് ഈ വ്യൂസ് എല്ലാം കാണുന്നതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബ്ലൈൻഡ് സ്പോട്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവിടുത്തെ ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ അവൈലബിൾ ആണ്. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റാണ് കിട്ടുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് അത്രയും നല്ലൊരു കാര്യം. യെസ്, ഇപ്പം നമുക്ക് മാപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം ഓരോ ഡെസ്റ്റിനേഷൻസും സെറ്റ് ചെയ്യാം. In 700 meters turn left. ഇതുപോലെ നമുക്ക് എവിടെയാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്ന നാട്ടകമാണ്, അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡെസ്റ്റിനേഷൻ മാറ്റാൻ സാധിക്കും. ഡെസ്റ്റിനേഷൻസ് മാറ്റാം. പ്ലാൻ റൂട്ട്, പ്ലാൻ ഓപ്ഷൻ, കാൽക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും കൊടുക്കാൻ സാധിക്കും. വേറെ ഏത് സ്ഥലം വേണം. ആഡ് ഡെസ്റ്റിനേഷൻ പാല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പാല കൊടുക്കുകയാണ്. ആ സൈഡിലൊരു മരക്കൊമ്പുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഭാഗം കാണിച്ചത്. പാല. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പാലയിലോട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യാണ്. ഞാൻ വോയിസ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. പാല കൊടുത്തു, കാൽക്കുലേറ്റ്. സ്റ്റാർട്ടിംഗ് റൂട്ട് ഗൈഡൻസ്. യെസ്, അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് നോക്കാതെ തന്നെ എനിക്കെല്ലാം ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മുടെ സ്ഥിരം റോഡ് തന്നെയാണ് പോകുന്നത്, പക്ഷേ വേറെ കുറച്ച് റോഡ് ഒന്ന് മാറ്റി ഒന്ന് പിടിച്ച് നോക്കാം. അപ്പം ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ പെർഫോമൻസ് കൂടെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ത്രോട്ടിൽ കയറ്റി 60. നമുക്ക് തൽക്കാലം പിന്നെ ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ശല്യം ചെയ്യും. ഓക്കെ, അത് ക്യാൻസൽ ചെയ്തു. ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നൊരു കാര്യം, നമ്മുടെ സ്ഥിരം കയറ്റം ഒന്ന് കയറുകയാണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ്. യെസ്, ബ്രേക്ക് ചെയ്തു. ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1 2 3 അതൊക്കെ ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞാൻ ഏതായാലും എടുക്കുകയാണ്. ഇതിനകത്ത് അഡാസ് ലെവൽ 2 ആണ് നമുക്ക് കിട്ടുന്നത്. ലെവൽ 2ൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹുണ്ടായി വെന്യൂവിൻ്റെ, ഹുണ്ടായിയുടെ മിക്ക വാഹനങ്ങൾ ഓടിച്ചപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഇവരുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സ്. അത് വളരെ കൃത്യമായിട്ടുള്ള വർക്കിംഗ് ആണ്. അതായത് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ നല്ല പക്ക വർക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് റോഡിൽ ലൈൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലെയിൻ കീപ്പ് അസിസ്റ്റ് പക്ക ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ഡൗട്ടും ഇല്ല. ഞാനിപ്പോൾ ഏതെല്ലാം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം. ഹോണാണെങ്കിൽ അടിപൊളിയാണ്. സസ്പെൻഷൻ സൈഡ് നോക്കാനാണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റിഫർ സൈഡൊന്നും പറയാനില്ല. അത്യാവശ്യം നോർമൽ സസ്പെൻഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്നാൽ അത്യാവശ്യം ഒരു ഭയങ്കര സോഫ്റ്റും അല്ല, ഭയങ്കര ഒരു ഹാർഡും അല്ല, ഒരു മീഡിയം ടൈപ്പ് എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പം ഞാൻ സ്റ്റിയറിങ് ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. ഇപ്പം ഈ വാഹനം തന്നെ സ്റ്റിയർ ചെയ്യുകയാണ്. ഒന്ന് നോക്കാം നമുക്ക് ആ വളവൊക്കെ കൃത്യമായിട്ട് എടുക്കുമെന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഈ പറയുന്ന പോലെ അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. അതുപോലെ തന്നെ റഡാറും വരുന്നുണ്ട്, ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു രീതിക്കും പേടിക്കാതെ തന്നെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് അത് വിട്ടു പോകുമ്പോൾ ഇത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും ഒന്ന് ഫുൾ ത്രോട്ടിൽ യെസ് പറന്നാ പോകുന്നു. 100 തൊട്ട്. ഓക്കെ, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡാസുള്ള ഈ വാഹനം യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പോലും കൃത്യമായിട്ട് നമ്മൾ റോഡും ശ്രദ്ധിച്ചോണം, സ്റ്റിയറിങ് ശ്രദ്ധിച്ചോണം. ജസ്റ്റ്
ഇത് കണ്ടോ, കീപ്പ് ഹാൻഡ്സ് ഓൺ ദ സ്റ്റിയറിംഗ് വീൽ എന്ന് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കിയേ ചെയ്യാവുള്ളൂ, അല്ലാതെ വെറുതെ ഒരു ഇടയ്ക്കൊക്കെ ഒന്നും അറിയാതെ ഒന്ന് ജസ്റ്റ് ഒരു അല്പനേരം ഒന്ന് മാറ്റി എന്ന് പറഞ്ഞാലും ശ്രദ്ധയില്ലാതെ ഒരു കാരണവശാലും മാറ്റില്ല. ലെവൽ 2 ആണ് ഇത് വരുന്നത്. അത് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ലെവൽ 2 ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ അസിസ്റ്റ് അത് കൊടുക്കുന്നു എന്നല്ല, നമ്മളും കൂടെ അസിസ്റ്റ് കൊടുക്കണത്. ഈ ഒരു ഭാഗത്ത് ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിന് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഫീച്ചർ തന്നെ ഓഫാകും. ഇനി എപ്പോഴാണ് നമുക്ക് റോഡിലെ ലൈൻസ് വരുന്നത് അന്നേരം തൊട്ട് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഏതായാലും പവറിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 1 ലിറ്റർ എഞ്ചിന് ഒരു രക്ഷയില്ല, പ്രത്യേകിച്ച് ടെർബോയും കൂടെ ആണ്. പക്ഷേ ഇങ്ങനെ കാല് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. പട്ടക്കെന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്നതായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പക്കയാണ്. പക്ഷേ മൈലേജിൻ്റെ ഒരു കാര്യം, മര്യാദയ്ക്ക് ഓടിച്ചാൽ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതാണ്. പക്ഷേ കാല് കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പക്ഷേ മൈലേജ് താഴെ പോകുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. ഈ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതി ആയതുകൊണ്ട് തന്നെ നല്ല ഗട്ടേഴ്സൊക്കെ വീണാലും നമ്മൾ പെട്ടെന്നൊന്നും അറിയത്തില്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്ന ഓപ്ഷൻ ആണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഫുള്ളൊന്ന് ത്രോട്ടിൽ ചെയ്തു, വലിച്ചാണ് കയറി പോകുന്നത്. 4500 RPM, 80, 90. ഏതായാലും ഒരു രക്ഷയില്ല, സ്പീഡ് കയറാൻ നല്ല സൂപ്പറാണ്. നിങ്ങളിൽ ആരെങ്കിലും ഈ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലർ ഹുണ്ടായുടെ കോൺടാക്ട് നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അന്നേരം നിങ്ങൾക്കൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം, എന്നിട്ട് കൺഫേം ആക്കുക. അത് ഞാൻ എല്ലാ വാഹനത്തിലും വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കി നിങ്ങൾക്കത് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ വാഹനം സെലക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കംഫർട്ട് സൈഡ് അല്ല നിങ്ങളുടെ കംഫർട്ട് സൈഡ്. അപ്പോൾ അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കി ഡ്രൈവ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ വാഹനം എടുക്കാൻ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഒരു ബെസ്റ്റ് വെഹിക്കിൾ എന്ന് തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയധികം ഫീച്ചർ റിച്ച് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇപ്പം വോയിസ് കമാൻഡ് ആണെങ്കിൽ ഞാനിപ്പം വോയിസ് കമാൻഡ് ഓണാക്കി, ഓപ്പൺ സൺറൂഫ്. യെസ്, ഇനി തുറന്ന പോലെ തന്നെ അടയ്ക്കാനും നമുക്ക് പറയാൻ സാധിക്കും. ക്ലോസ് സൺറൂഫ്. Closing the sunroof. Yes. What is the temperature in Kottayam now? It is 30 degrees in Kottayam. ഇൻ കഥയം മതി, കഥയം എന്നാണെങ്കിലും പറഞ്ഞല്ലോ. ഏതായാലും സംഗതി അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പ്രത്യേകിച്ച് കാറ്റൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് കൂടുതൽ RPM വേണം, അല്ലെങ്കിൽ കുറേ കൂടെ നല്ല ടോർക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗിയേഴ്സ് ലോവർ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ലെഫ്റ്റിൽ മൈനസും റൈറ്റിൽ പ്ലസ്സും വരുന്നുണ്ട്. പ്ലസ് ചെയ്യുന്ന സമയത്ത് ഗിയർ അപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നല്ല ഈ പറയുന്നൊരു കയറ്റമൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞിട്ട് പോലും വാഹനം ഷിഫ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ ഈ പ്ലസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. യെസ്, സ്കൂൾ സോൺ ഇവിടെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്കൂൾ സോൺ. ഇതൊക്കെ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. പക്ഷേ ഇത് നല്ലൊരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു അലേർട്ട് കിട്ടും. ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളില്ല, എന്നാലും ഇങ്ങനത്തെ ഒരു അലേർട്ട്സ് കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഒരു 22 കിലോമീറ്റർ സ്പീഡിലാണ് അതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിലത്തെ വാഹനത്തിനെ സെൻസ് ചെയ്താണ് അവനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, സ്പീഡ് തന്നെ കയറുകയാണ്, ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. യെസ്, ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നേ ഇല്ല, പക്ഷേ വാഹനം ഓടുന്നുണ്ട്. ഇപ്പം ഞാൻ 53 കിലോമീറ്റർ സ്പീഡാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 32 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. നമുക്കൊരു വാഹനത്തിൻ്റെ എത്ര ഡിസ്റ്റൻസ് നിൽക്കണമെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ, ഡിസ്റ്റൻസ് 2, ഡിസ്റ്റൻസ് 1. ഇതിപ്പം ആ വാഹനത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിക്ക്. ഇപ്പോൾ സ്കൂട്ടറിനെയാണ് ഇവൻ സെൻസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ ആക്സിലറേറ്റ് ചെയ്യുകയാണ്, നല്ല ഇവൻ പോകത്തില്ല. ഓക്കെ, ഇനി പ്രശ്നമില്ല, അത് കവർ ചെയ്ത് കിട്ടി. ഇനിയിപ്പോൾ 53 കിലോമീറ്റർ സ്പീഡാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യാണ്. അതൊരു പ്രശ്നമാണ് ഈ ഒരു ബൈക്ക്. ഓക്കെ, ഇനി കയറി പൊക്കോളും.
ഇനി ഫ്രണ്ടിലത്തെ വാഹനത്തിനനുസരിച്ച് ബ്രേക്ക് ചെയ്യും. പിന്നെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ബ്രേക്ക് ചെയ്യുക, നിന്നു. അമ്മേ, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്തോളൂ. സ്പീഡ് കുറഞ്ഞ് പതുക്കെ തന്നെ ബ്രേക്ക് ചെയ്തോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 0 വരെ. അപ്പം നിന്ന് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ പോകത്തില്ല, നമ്മൾ തന്നെ ആക്സിലറേറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം ഇവൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു മയത്തിൽ തന്നെ അങ്ങ് പൊക്കോളും. അത് നല്ലൊരു ഫീച്ചറാണെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് കൂടുതലായിട്ട് ആവശ്യമില്ലാതെ ആക്സിലറേറ്റ് നമ്മൾ ചെയ്യുന്നില്ല. ഒരു നോർമലായിട്ട് വാഹനം തന്നെ ചെയ്ത് അതിൻ്റേതായ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊന്നും കൂടുതൽ നമ്മൾ ആ വാഹനം നോക്കിക്കോളും, നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് കളയാം എന്നൊന്നും വിചാരിക്കില്ല. കാരണം പ്രത്യേകിച്ച് സൈഡിൽ നിന്നൊക്കെ ഒരു വാഹനം വന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ സഡനായിട്ട് ബ്രേക്ക് ചെയ്തെന്നിരിക്കാം. ചിലപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല. ഈ സൈഡിൽ നിന്നൊക്കെ ആരെങ്കിലും കയറി വന്ന വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കില്ല. എന്നാലും എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്കത് പ്രെഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ കണ്ണും കൈയും എപ്പോഴും ഫ്രണ്ടിലുണ്ടായിരിക്കണം. അതായത് സ്റ്റിയറിങ്ങിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വഴിയും നോക്കി വേണം ഡ്രൈവ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഓണാണ്, അതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് എപ്പോഴും ചെയ്യാൻ നിൽക്കരുത്. സാഹചര്യം കിട്ടുമ്പോൾ നല്ല റോഡാണെങ്കിൽ മാത്രം ചെയ്യുക. ഇപ്പോൾ ആ വരയില്ലായിരുന്നു, അവൻ നേരെ പോകേണ്ടി വന്നു, അതൊക്കെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു വാഹനം നിങ്ങൾക്ക് വളരെയധികം സൂട്ടബിൾ ആണ് എന്ന് പറഞ്ഞ കാര്യം. അത് എന്തൊക്കെ കൊണ്ടാണെന്ന് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സബ് 4 മീറ്റർ വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 1 ലിറ്റർ എഞ്ചിനാണ്. ഇന്നിപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള 1 ലിറ്റർ എഞ്ചിനാണ്. പക്ഷേ നിങ്ങളൊരു 1.2 ലിറ്റർ എഞ്ചിൻ എടുത്താലും നിങ്ങൾക്ക് ഒരു രീതിക്കുള്ള നഷ്ടവും വരില്ല എന്ന് ഞാൻ എടുത്ത് പറയും. കാരണം 9,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഈ ഒരു വാഹനം എടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഫീച്ചേഴ്സിൽ കുറച്ച് കുറവ് വരുമെന്നല്ലാതെ വേറെ വാഹനത്തിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പം അതുകൊണ്ട് മാത്രമല്ല, കാണാനൊരു ഗുമ്മൻ ലുക്കാണ്. ഡ്രൈവ് ചെയ്യാനുള്ള കംഫോർട്ട്, അതാണ് അടുത്തൊരു കാര്യം. ഡ്രൈവിംഗ് കംഫോർട്ട് ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടുന്ന 190 mm ആണ്. അതായത് ഇപ്പോൾ ഈ കിട്ടുന്ന അത്യാവശ്യം ഒരു നോർമൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്ന 190 mm ആണ്. അപ്പോൾ 190 mm എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഒരുവിധപ്പെട്ട എല്ലാ കട്ടേഴ്സിലും ചാടിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ്, നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞ പോലെ 325 ലിറ്ററാണ്. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടാൻ സാധിക്കുന്നു. അത്രയും കൂടെ ലഗേജ് റൂം നമുക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഡെയിലി ഡ്രൈവും നല്ല രീതിക്കുള്ള ഹാൻഡിലിങ്ങും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിങ്ങുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ ടോപ്പ് വേരിയൻസിലോട്ട് പോകുന്ന സമയത്ത് പ്രൈസ് കുറച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഏറ്റവും ടോപ്പ് വേരിയൻ്റെ പ്രൈസും കൂടെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം. പെട്രോളിൻ്റെ തന്നെ നമുക്ക് 1 ലിറ്റർ HX10 വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 17 ലാക്ക് 17,29,251 രൂപയാണ് നമുക്ക് ഏറ്റവും ടോപ്പ് ടെർബോ വരുന്നത്. ഇനി ടെർബോ അല്ല, നിങ്ങളിപ്പോൾ 1.2ൻ്റെ ആണ് നോക്കുന്നത്, HX6 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഏറ്റവും ടോപ്പ് കിട്ടുന്നത്. 13,100,000 രൂപയ്ക്ക് കിട്ടും. നമുക്ക് ഇതിൻ്റെ എല്ലാം പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.